ഹായ് നമസ്കാരം. യൂറോണംസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്റ്റുഡിയോ സെറ്റപ്പിലല്ല, ഔട്ട്ഡോർ വീഡിയോ ആണ് എടുക്കുന്നത്. എൻ്റെ വീടിൻ്റെ ടെറസിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നോയ്സൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ശബ്ദങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഈ ഒരു ചാനലിൽ വീഡിയോ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഷോർട്സ് ഞാൻ എന്തെങ്കിലുമൊക്കെ വെറുതെ എടുത്തിട്ട് ഇടുക എന്നല്ലാതെ വീഡിയോ ചെയ്യാറില്ല. വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാമറയൊക്കെ എടുത്ത് മൈക്കൊക്കെ എടുത്ത് ടേബിളിലൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി വീഡിയോ എടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് തുടങ്ങുക. പക്ഷേ കണ്ടന്റും ഉണ്ട്, കണ്ടന്റ് ഇല്ലായ്മൊന്നുമില്ല, കണ്ടന്റും അത്യാവശ്യമുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് തുടങ്ങിയതിന് ശേഷം പെട്ടെന്ന് എല്ലാം മനസ്സിന്നങ്ങട്ട് വിട്ടുപോകും. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താ ഇപ്പം ഞാൻ പറയേണ്ടതെന്നൊക്കെ ഉള്ളൊരു ആ ഒരു കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നുണ്ട്. എന്തോ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷനായ ചാനലാണിത്. വാച്ച് അവേഴ്സൊക്കെ നല്ലോണം കയറി മോണിറ്റൈസേഷനായി. അതിനുശേഷം ഡോളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ കയ്യിലേക്ക് വരുമാനം എത്തുന്ന ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ശരിക്കും കൂടുതലായിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു വരുമാനത്തിലേക്ക് എത്താണ് വേണ്ടത്. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനല്ല. നമ്മൾ ഈ പണ്ട് ഈ ലുഡോ ബോർഡ് കളിക്കുന്നത് അതിൽ പാമ്പും കോണി ഉണ്ടല്ലോ. നമ്മളിങ്ങനെ കുറേശ്ശെ ആയിട്ട് 1, 2, 6, 7 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ലുഡോ ഇട്ട് പോകും. അങ്ങനെ ഇട്ട് പോയിട്ട് നമ്മൾ കയറ്റം കയറി കോണി കയറി കയറി പോയി കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ പിന്നെ ഒരു 2 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ വിന്നറാവും. പക്ഷേ ആ സമയമായിരിക്കും നമ്മൾ 1 ഒക്കെ ഇട്ടിട്ട് പാമ്പിൻ്റെ വായിലേക്ക് ചെല്ലുക. അങ്ങനെ നേരെ താഴേക്ക്. ആ പാമ്പാണെങ്കിൽ വലിയ പാമ്പും ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അതേ ഒരു അവസ്ഥയാണ് എൻ്റെ ചാനലിൻ്റെ കാര്യത്തിൽ. കാരണം ഒരു വട്ടം മോണിറ്റൈസേഷനായ ചാനലാണിത്. അങ്ങനെ ഒരു വട്ടം മോണിറ്റൈസേഷനായി ആ ചാനലിൽ ഡോളറൊക്കെ കയറാൻ തുടങ്ങിയതിന് ശേഷം ഇതേപോലെ തന്നെ ഞാൻ വീഡിയോ നിർത്തി. അന്നും എന്തോ എനിക്കറിയില്ല, അങ്ങനെ നിർത്തി. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞാൻ വീഡിയോ നിന്ന് കിടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷന് ഏകദേശം ഒരു 1 മാസം കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ താഴോട്ട് വന്നിട്ട് കട്ടാവും തന്നെയാണ്. അത് നഷ്ടപ്പെടും, മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും. വീണ്ടും ഞാൻ 4000 വാച്ച് അവേഴ്സും അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. 4000 വാച്ച് അവേഴ്സ് ഞാൻ വീണ്ടും അതേപോലെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ് എനിക്കുള്ളത്. അപ്പോൾ ഇതേപോലെ അവസ്ഥകൾ ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവാൻ മതിയാവും. ഇങ്ങനെ മോണിറ്റൈസേഷൻ ഒക്കെ ആയതിനു ശേഷം വീഡിയോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. ഇപ്പോൾ എനിക്കുണ്ടായ സാഹചര്യം എന്ന് പറയുകയാണെങ്കിൽ വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്ത് അത് ചെയ്യാനുള്ളൊരു താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ ആ പറയാൻ വരുന്ന ആ കണ്ടന്റ് മറന്നു പോകുന്ന അവസ്ഥക്കാണ്. നിങ്ങൾക്ക് ചിലപ്പം വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും. അങ്ങനെ ആർക്കെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കരുതുന്ന ഒരു കാര്യം എന്തായിരിക്കും? കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും വീഡിയോ ചെയ്യാത്തതെന്നായിരിക്കും. കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടല്ല. കണ്ടന്റ് എന്ന് പറയുന്നത് നോക്കുന്നതും കാണുന്നതും നമ്മൾ അറിയുന്നതും പറയുന്നതായിട്ടുള്ളതൊക്കെ കണ്ടന്റ് ആക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ കണ്ടന്റ് ആക്കി എടുക്കാനെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് എനിക്ക് ചെയ്യാനുണ്ട്. അങ്ങനത്തെ കണ്ടന്റുകളും ഉണ്ട്. യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. പിന്നെ നമ്മൾ തന്നെ തുടങ്ങി വെച്ച ഒരു യൂട്യൂബിലേക്ക് വരുന്ന ഒരാൾക്ക് അതിന് വേണ്ടിയിട്ട് സഹായകരമാകുന്ന കുറേ കാര്യങ്ങൾ തുടങ്ങി വെച്ച ഈ ഒരു ചാനലിൽ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ എനിക്ക് കണ്ടന്റായിട്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ ട്രാവൽ വ്ളോഗാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ സാധനങ്ങളൊക്കെ അതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം കണ്ടന്റിൻ്റെ ക്ഷാമമില്ല. പിന്നെ ക്യാമറ ഇല്ലാത്തൊരു പിന്നെ അല്ലെങ്കിൽ അതിനുള്ള സാങ്കേതികമായിട്ടുള്ള സാധനങ്ങൾ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതും എൻ്റെ കയ്യിൽ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ സോണീൻ്റെ ഒരു ക്യാമറ ഉണ്ട്. അതുപോലെ തന്നെ DJIൻ്റെ ആക്ഷൻ ക്യാമറ ഉണ്ട്. നമുക്ക് ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ക്യാമറ ആണ്. മൈക്ക് തന്നെ DJIൻ്റെ 2 ടൈപ്പ് മൈക്ക് ഉണ്ട് എൻ്റെ അടുത്ത്. അതുപോലെ തന്നെ ഇപ്പം ക്യാമറയും ഈ ആക്ഷൻ ക്യാമറയും ഒന്നും ഇല്ലെങ്കിൽ ഇനി നമ്മളെ ഫോണിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വീഡിയോ എടുക്കാൻ പറ്റും. അപ്പം അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ലൈറ്റ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അറിയുന്ന കാര്യമല്ല. പക്ഷെ ഞാൻ കരുതുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്നായിരിക്കാം എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടിന് കാരണമെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും വരുന്ന വീഡിയോകളിൽ എപ്പോഴെങ്കിലും അത് ഇന്ന കാരണങ്ങൾ കൊണ്ടായിരിക്കാം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതെ പോയതെന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും. അത് കറക്റ്റായിട്ട് എനിക്കിപ്പം പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. അതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കുന്നതും പഠിക്കുന്നതായിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല.
വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു കൺഫ്യൂഷൻ ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും. കൺഫ്യൂഷന് എനിക്കും ഉണ്ട്. എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം? കാരണം എനിക്ക് ഈ ഒരു ഡോളർ കയറി തുടങ്ങി, മോണിറ്റൈസേഷൻ ആയി. ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് വീഡിയോ ചെയ്യേണ്ടതാണ്. പക്ഷെ എനിക്കത് പറ്റുന്നില്ല. അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് സമയം തന്നെ എനിക്കുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊക്കെ എന്താന്നറിയില്ല. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പോലും അപ്ലോഡ് ചെയ്യുമോന്ന് എനിക്ക് ഉറപ്പില്ല. ഈ ഒരു വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാന്ന് ഉറപ്പില്ലാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എത്രമാത്രം ഞാൻ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊണ്ടാണ് ഞാൻ പറയുന്നത് പോലും എനിക്ക് ശരിക്കും പറഞ്ഞാണെങ്കിൽ അങ്ങോട്ട് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷനിലല്ല ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് അറിയില്ല. എന്നിരുന്നാലും ഞാൻ പരമാവധി ശ്രമിക്കും. ഇതിൽ ഞാൻ എഡിറ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഔട്ട്ഡോർ വീഡിയോ ആണ്. ജസ്റ്റ് വെറുതെ ക്യാമറ ഒക്കെ എടുത്തിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഒരു വീഡിയോ എടുക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ഈ മോണിറ്റൈസേഷൻ കട്ടാവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ഒരു വീഡിയോ ചെയ്യണ്ടേ? അപ്പൊ എൻ്റെ ഈ ഒരു അവസ്ഥ തന്നെ ആ ഒരു വീഡിയോ ആക്കി മാറ്റാം എന്നൊക്കെ ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇത് അപ്ലോഡ് ചെയ്യോ ഇല്ലേ എന്നുള്ളത് അറിയൂല. ഏതായിരുന്നാലും ഇനിയും വീഡിയോകൾ ചെയ്യാൻ എനിക്കൊരു മനസ്സുണ്ടാവണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നല്ല കമൻറ്റുകളൊക്കെ ഇട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ട് എനിക്ക് മുന്നോട്ട് പോകുവാനും ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ വരുമാനം നേടിയെടുക്കാനും സാധിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എനിക്ക് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ നിർത്താണ്. മറ്റൊരു വീഡിയോയിൽ വരാൻ പറ്റുകയാണെങ്കിൽ ഇനിയും തുടർന്ന് അങ്ങോട്ട് വീഡിയോകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും എന്നെ പിന്തുണയ്ക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താണ്. ഓക്കെ, ഈ ഒരു വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.